ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കോടുകുളഞ്ഞി UCC യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ 82ാമത് കൺവെൻഷൻ യോഗങ്ങളുടെ 4ാം ദിന രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏതൊരു കൺവെൻഷൻ്റെയും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ഗാന ശുശ്രൂഷ എന്നുള്ളത്. അനേക ഭക്തന്മാർ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോയ സന്ദർഭത്തിൽ തങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് രചിച്ചതായ പാടിയതായിട്ടുള്ള പാട്ടുകൾ നാമും ചേർന്ന് പാടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ആശ്വാസവും സമാധാനവും നൽകും എന്നുള്ളതിൽ സംശയമില്ല. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം CSI ക്രൈസ്റ്റ് ചർച്ച് ഗായകസംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കോടുകുളഞ്ഞി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ 82ാമത് കൺവെൻഷൻ യോഗങ്ങളുടെ 4ാം ദിന രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിങ്കൽ ചേർന്ന് വരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. COVID-19 മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ ലോകം മുമ്പോട്ട് പോകുമ്പോൾ വചനത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രൂശിൽ നിന്നും ബലം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ദിവ്യമായിട്ടുള്ള കൃപ പകരണമേ. ഞങ്ങൾ പാടുന്നതായിട്ടുള്ള പാട്ടുകൾ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഏറ്റുപാടുവാൻ തക്കവണ്ണം കർത്താവെ ഒരുക്കമുള്ള ഹൃദയം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയമായിട്ടുള്ള ആശിഷമാരിയാൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഗായകസംഘത്തെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. Hallelujah.
ഒരു
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ശ്രീ ചെറിയാൻ വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന മുൻപായിട്ട് ഒരു സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് തുടങ്ങുകയാണ്. 40ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയും 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളിയെ കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. യഹോവ എന്നെ വിടിയിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാൾ നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ, ആദ്യമെങ്കിലും തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ 81 വർഷക്കാലം കോളിയുടെ പ്രദേശത്ത് ഈ യൂണിയൻ കൺവെൻഷൻ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വൻകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 82ാമത്തെ കൺവെൻഷൻ്റെ 4ാമത്തെ രാത്രിയിലേക്ക് നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഈ സന്ധ്യയാമത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രതികൂലമായിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ ഈ കാലങ്ങളിൽ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ സഭകൾക്ക് വേണ്ടിയിട്ട്, ചുറ്റുപാടുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിലെ മധ്യസ്ഥം ചെയ്യുവാൻ അവിടുന്ന് എന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസവും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി, രൂപാന്തരത്തിന് മുഖാന്തരമാക്കി ദൈവനാമം മഹത്വപ്പെടുവാനും നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാന് അവിടെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ ഈ രാത്രി അവിടുന്ന് ചൊരിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന പ്രിയ അച്ഛന്മാർക്കായി സ്തോത്രം. താവേം ഹല്ലേലൂയ. ഈ സമയത്ത് ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന പ്രിയ ദൈവദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ 30, 60, 100 മേനിയായി വിളയുവാൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമക്കളായി തീരുവാൻ തക്കണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ മഹാമാരിക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേദനയിലും കഷ്ടതയിലും പ്രതികൂലത്തിലുമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, എന്നാൽ വിടിയിപ്പാൻ ശക്തനായ ഒരേ ഒരു വ്യക്തി അവിടുന്ന് മാത്രമാക്കിയാൽ അവിടുത്തെ കരം ഒന്ന് നീട്ടി ദേശത്തിന് മേൽ അവിടുത്തെ സൗഖ്യത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നിവിടെ കടന്നു വന്ന ആരെങ്കിലും രോഗികളോ താവേ ക്ഷീണിതരോ ഭാരം അനുഭവിക്കുന്നവരോ ഞങ്ങളുടെ വചനം ശ്രവിക്കുന്ന ഏവരും താവേ ഹല്ലേലൂയ ഏതെങ്കിലും വ്യതയിലെ കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ച് സൗഖ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടി ആയിരിക്കാൻ ഇടയാക്കണമേ. പാട്ടുകളെ, പ്രാർത്ഥനകളെ, താവേ വചന ശുശ്രൂഷ, താവേ എല്ലാം തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. ആദ്യ അവസാനം അവിടുത്തെ കൃപ വ്യാപരിക്കണം. എല്ലാ മഹത്വം അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കോടുകുളഞ്ഞി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷന്റെ 82ാമത് കൺവെൻഷൻ യോഗങ്ങളുടെ 4ാം ദിന രാത്രിയിൽ ഈ ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 81 വർഷക്കാലം കോടുകുളഞ്ഞിയിലെ വിവിധ ക്രൈസ്തവ സമൂഹത്തെ ഒത്തുചേർത്തുകൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ ഇവിടെ ക്രമീകരിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദർശനത്തോടുകൂടി പ്രവർത്തിച്ച എല്ലാവരെയും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്കായി അഹോരാത്രം പ്രയത്നിച്ചവരെയും, ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. കഴിഞ്ഞ 3 ദിവസക്കാലം കർത്തൃദാസന്മാരിലൂടെ അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്കെല്ലാം ഏറ്റവും ഫലകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശ്വപ്രസിദ്ധമായിട്ടുള്ള ദ്വീപ് സന്ദർശിക്കാൻ എത്തിയതാണ് 2 യുവാക്കൾ. അവിടെ കിട്ടിയ നാടൻ പാനീയം ആവോളം കുടിച്ച് 2 പേരും മതോന്മത്തരായി. വന്ന ചെറുവള്ളത്തിൽ തിരിച്ചു പോകാൻ രാത്രി വൈകി അവർ തീരുമാനിച്ചു. രാത്രി മുഴുവൻ വഞ്ചി തുഴഞ്ഞു. നേരം വെളുത്തു തുടങ്ങി. ലഹരിയുടെ കെട്ട് സാവധാനം വിട്ടപ്പോൾ അവർ ചുറ്റുപാടും നോക്കി. ഇന്നലെ യാത്ര ആരംഭിച്ച ദ്വീപിൽ തന്നെയാണ് അപ്പോഴും. എന്ത് സംഭവിച്ചുവെന്നറിയുവാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, വള്ളം ബന്ധിച്ചിരുന്ന കയർ അഴിക്കാതെയാണ് തുഴഞ്ഞത്. 3 ചോദ്യങ്ങൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഥയുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1, നാം എന്തിൻ്റെ ലഹരിയിലാണ്? വ്യക്തികൾ, ആശയങ്ങൾ, പണം, ഓരോരുത്തർക്കും ഓരോ ലഹരി. ലഹരി പിടിപ്പിക്കുന്നത് എന്തോ അതിലൂടെ അതിനുവേണ്ടിയായിരിക്കും നമ്മുടെ ജീവിതം. യാത്രയിൽ തേടി വരുന്നത് അനുഭവിച്ചറിയുന്നത് പ്രശ്നമില്ല. പക്ഷേ അത് മത്ത് പിടിപ്പിക്കരുത്. 2ാമത്തെ ചോദ്യം, എന്തിൻ്റെ കെട്ടാണ് അഴിയേണ്ടുന്നത്? ചില ശീലങ്ങൾ, ബന്ധങ്ങൾ. അതുകൊണ്ട് ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഡിസ്റ്റർബ് us, ലോർഡ്, ഡിസ്റ്റർബ് us. കർത്താവേ, ഞങ്ങളെ അസ്വസ്ഥരാക്കണമേ. 3ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് തുഴയുന്നത്? ഓരോ യാത്രയും ഓരോ ലക്ഷ്യത്തിലേക്കാണ്. ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യുവാനും ദൈവരാജ്യ അനുഭവത്തിന് യോഗ്യരായി തീരത്തക്കവണ്ണം നമ്മുടെ യാത്ര ക്രമീകരിക്കുവാനും തക്കവണ്ണം ഈ കൺവെൻഷൻ യോഗം സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ യോഗത്തിൽ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ജോർജ് പി ഉമ്മനാണ്. IM-ന്റെ മിഷണറി ആയിട്ട് 1999 മുതൽ താൻ പ്രവർത്തിച്ചു വരുന്നു. മിഷണറി ആയിട്ട് ഛത്തീസ്ഗഡിലും അമൃത്സറിലും
നീണ്ട വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. CSC മധ്യകേരള മഹായിടവക മിഷൻ ബോർഡ് അംഗം കൂടിയാണ് ഇവാഞ്ചലിസ്റ്റ് ജോർജ് പി ഉമ്മൻ. മികച്ച വാഗ്മിയും കൺവെൻഷൻ പ്രസംഗകനുമാണ്. CSI കോട്ടയം കൺവെൻഷനിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കൂടുതലായി എല്ലാ വർഷവും കൺവെൻഷൻ്റെ മുഖ്യ പ്രസംഗകനായിട്ട് താൻ പ്രവർത്തിക്കുന്നു. മാർത്തോമ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ കൺവെൻഷൻ പ്രസംഗകനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഒരു എഞ്ചിനീയറായിട്ട് പ്രൊഫഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധ്യാപകനായിരുന്നു. റാന്നി സ്വദേശിയാണ്. ഭാര്യയും 2 മക്കളും. അനുഗ്രഹീതമായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ദാസൻ ഇന്നത്തെ കൺവെൻഷനിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊടുകുളഞ്ഞി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമാണ്. യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ പേരിൽ ഹൃദയംഗമായിട്ട് ബ്രദർ ജോർജ് പി ഉമ്മനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കായി തീരുന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ഇപ്രകാരം സ്ട്രീമിംഗ് ചെയ്യുവാനും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശുശ്രൂഷയെ സംബന്ധിപ്പാനായിട്ടും സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ കൂടിവരവുകൾ അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീ ചെറിയാൻ വർഗീസ്, കൃതജ്ഞത അറിയിക്കുന്ന അഡ്വക്കേറ്റ് ജോയ് ജോർജ്, കൺവെൻഷൻ കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷന് നേതൃത്വം നൽകുന്ന പട്ടക്കാർ, ശുശ്രൂഷകർ എല്ലാവരെയും ഇന്നത്തെ കൺവെൻഷൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലവിധത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ കൺവെൻഷൻ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഗായസംഘം ഈ സമയത്ത് ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം ഇന്നത്തെ വചന പ്രഘോഷണത്തിനായി ഇവാഞ്ചലിസ്റ്റ് ജോർജ് പി ഉമ്മനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. Thank you.
സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പൊന്നോമന പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് ശക്തനാകയാൽ സ്തോത്രം. ഇന്ന് സായാഹ്നം അവിടുത്തെ വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകർന്നു തരണേ. ഞങ്ങളുടെ തലമുറകൾ ചുവട് പിഴച്ചു പോകാതെയും തിന്മകളിൽ അവരകപ്പെട്ടു പോകാതെയും അവരെ കൈപിടിച്ച് നടത്തണേ. ഞങ്ങളുടെ വയോധിക മാതാപിതാക്കൾക്ക് അന്നെന്നുള്ള സൗഖ്യം നൽകണേ. ഞങ്ങളുടെ ദേവാലയ സമൂഹങ്ങൾ സുവിശേഷ വേലയിലേക്കും കൂട്ടായ്മയിലേക്കും മടങ്ങി വരേണ്ടതിന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണേ. മഹാവ്യാധിയെ അകറ്റണേ. വരവിനായി ഞങ്ങളെ ഒരുക്കണേ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. 82ാമത് യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ ഈ ധ്യാന സായാഹ്നത്തിൽ റവറൻ നെബു സ്കറിയ അച്ഛൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നെബു അച്ഛൻ, തിരക്കുള്ള ബാംഗ്ലൂരിലെ അർബൻ മിനിസ്ട്രിക്ക് ശേഷം ഈ കാലങ്ങളിൽ ഈ നാട്ടിലേക്ക് വന്ന് ഇങ്ങനെ എനിക്കൊരു ക്രമീകരണം ഭാഗ്യം അവസരം ലഭിച്ചല്ലോ. മറ്റു പട്ടക്കാർ, ശുശ്രൂഷകർ, ഈ സായാഹ്ന മീറ്റിങ്ങിൻ്റെ കാര്യദർശികൾ എല്ലാവരോടുമുള്ള എൻ്റെ ആദരവ് അറിയിക്കുന്നു. സങ്കീർത്തനം 40 നാം ഇന്ന്. സാംസ് 40. അതിനധിക ആമുഖമൊന്നും വേണ്ട. ഒരു മശിഹൈക സങ്കീർത്തനമാണ് സങ്കീർത്തനം 40. അത് ദാവീദ് എഴുതുമ്പോൾ ഒരു കുഴിക്കകത്ത് വീണ ഒരാൾ തന്നെ ആണ് അവിടെ കഥാപാത്രം. കുഴി, ഫ്രം പിറ്റ് ടു പ്രൈസ്, കുഴിയിൽ നിന്ന് സ്തുതിഗാനങ്ങൾ പാടുന്ന ഒരവസ്ഥയിലേക്ക് 1, 2, 3 അങ്ങനെ കയറിയതല്ല. 10 പടികളുണ്ട്. എങ്കിലും ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. ഇവിടെ കുഴി വീണവനോ ആഹാ ആഹാ എന്ന് പറഞ്ഞവനോ നന്നായി നന്നായി എന്ന് പറഞ്ഞവനോ പ്രാണനു വേണ്ടി പതിയിരിക്കുന്നവനോ ഒന്നുമല്ല പ്രധാന കഥാപാത്രം. 40ാം സങ്കീർത്തനത്തിൻ്റെ 17ാം വാക്യത്തിൽ സഹായകനും വിടുവിക്കുന്നവനുമായി ഒരുത്തനുണ്ട്. ഉയരത്തിൽ നിന്ന് കൈനീട്ടുന്ന ഒരുത്തൻ, പിടിച്ചുയർത്തുന്ന ഒരുത്തൻ, വഴിയിൽ ഉപേക്ഷിക്കാത്ത സ്ഥിരമായ ഗമനം നൽകുന്ന ഒരു സഹയാത്രികൻ, യേശു കർത്താവ്. അത് ഒരറിവല്ല, അനുഭവമാണ്. അപ്പോൾ 40ാം സങ്കീർത്തനം, സാംസ് 40. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. I waited patiently for the Lord. He inclined to me and heard my cry. 2ാം വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒന്നേ ഉള്ളൂ കേട്ടോ, 1 കാലില്ല, ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിക്കും. അതിൻ്റെ 7ാം വാക്യം 2ാം പകുതി, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 8ാം വാക്യം, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. I desire to do your will, O my God. എൻ്റെ കർത്താവേ, പരപ്രേരണ കൂടാതെ നിന്നെ അനുസരിപ്പാൻ, എ ജോയ്ഫുൾ ബ്ലസ്സഡ് സർവിറ്റ്യൂഡ് ദാറ്റ് ലീഡ്സ് മീ ടു ഇറ്റേണിറ്റി, എന്നെ നിത്യതയിൽ നിത്യപ്രതിഫലത്തിൽ കൊണ്ടെത്തിക്കുന്ന പരപ്രേരണ കൂടാതെ സന്തോഷമുള്ള ഒരു സേവയ്ക്കായി ഇതാ ഞാൻ റെഡിയായിരിക്കുന്നു. 10 പടികളാണ്. എങ്കിലും ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ പണ്ട് കാലത്ത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കഥയുണ്ട്. ഒരുത്തൻ കുഴി വീണു. അത് രോഗക്കുഴി, പാപക്കുഴി, കയ്പിൻ്റെ കുഴി, അഡിക്ഷൻസ്, ദുശീലത്തിൻ്റെ കുഴി, ഏതുമാകാം. നിങ്ങളായിരിക്കുന്ന കുഴി നിർവചിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾ കുഴിക്കകത്ത് വീണു. ഇപ്പോൾ പല ആളുകൾ ആ കുഴിയുടെ കരയ്ക്കൂടെ പോയി. ഒരാളാണ് ഈ ഫിലോസഫർ, ഒരു തത്വചിന്തകൻ അതിലേ പോയി. എ ഫിലോസഫർ കെയിം ദാറ്റ് വേ. പുള്ളി പറഞ്ഞു, അതെ, ഈ കുഴിയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഉള്ളതല്ല, അതൊരു മാനസികാവസ്ഥയാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഉയർന്ന സ്ഥലത്തിന് പർവ്വതമെന്നും താഴ്ന്ന സ്ഥലത്തിന് താഴ്വരയെന്നും, വീണ്ടും താണാൽ അതിന് കുഴിയെന്നൊക്കെ പറയും. എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ അങ്ങ് ഇരുന്നാൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല.
വേറൊരാൾ വന്നു, എ പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാരൻ. പുള്ളി പറഞ്ഞു, അതെ, ഇഫ് യു ചൂസ് മീ ഇൻ ദ മാൻഡേറ്റ്, എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഞാൻ ഈ നാട്ടിലെ മൊത്തം കുഴി നികത്തിത്തരാം, ഇപ്പോഴല്ല, തിരഞ്ഞെടുത്താൽ. പിന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ വന്നു, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സഞ്ചാരങ്ങളെയൊക്കെ മുഴുവൻ അറിയാം എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന, അഭിനയിക്കുന്ന ഒരുത്തൻ. പുള്ളിയാണ് മറ്റുള്ളവരെ ഉപദേശിച്ച് അവരുടെ പ്രോഫിറ്റ് ഔട്ട് ഓഫ് അതേഴ്സ് പെയിൻ, മറ്റുള്ളവരുടെ വേദനകളൊക്കെ കൗൺസിലിംഗ് വഴിയൊക്കെ ലാഭമാക്കി, തൻ്റെ ലാഭമാക്കി മാറ്റുന്ന പാർട്ടിയാണ്. പുള്ളി പറഞ്ഞു, അതെ, യു ഷുഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദോസ് ഇൻ അതർ പിറ്റ്സ്. മറ്റു കുഴികളിലുള്ളവരുമായിട്ട് നിനക്കൊരു ബന്ധവുമില്ല, അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കി, ഈ കരയിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാതെ മറ്റ് നിന്നെപ്പോലെ കുഴി കിടക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചാൽ, അവരെക്കുറിച്ച് അറിഞ്ഞാൽ നിൻ്റെ കുഴിയിലെ ആ കുഴച്ചിലങ്ങ് മാറും. വേറൊരുത്തം വന്നു, എ സില്ലി ഫ്രണ്ട്, ഒരു വിവേചനവും പ്രായോഗിക ബുദ്ധിയില്ലാത്തൊരു കൂട്ടുകാരൻ വന്നു. പുള്ളി എടുത്തൊറ്റ ചാട്ടം സഹാനുഭൂതി കൊണ്ട് ഇപ്പോൾ 2 എണ്ണവും കുഴിക്കാത്ത, ആരെ പിടിച്ചു കയറ്റും. പിന്നെ വേറൊരാൾ വന്നു കരയിൽ, ഇവൻ കുഴിക്കകത്ത് കിടക്കുക, എ പെസിമിസ്റ്റ്, ഒരു ദോഷൈക ദൃക്ക്, വാ തുറന്നാൽ ബാക്കിയുള്ളവരെ നിരാശപ്പെടുത്തുന്ന വർത്താനേ പറയുള്ളൂ. പുള്ളി പറഞ്ഞു, ദേ തിങ്സ് വിൽ ബിക്കം വേഴ്സ്. ഈ കുഴഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അതിനിയും കുഴയാൻ പോവുക. ക്യാൻസറിൻ്റെ ഏതാണ്ട് ഒരു തുടക്കമാണെന്ന് കേട്ടപ്പോൾ പറയാം, ഇത് വളരും, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പോക്കാം. ആവശ്യമില്ലാതെ നെഗറ്റീവ് തോട്ട്സ് മാത്രം നൽകുന്ന ഒരുത്തൻ കരയിൽ നിൽക്കുക. അവന് കുഴിക്കകത്ത് കല്ല് കിടപ്പുണ്ട്, എറിഞ്ഞ് താഴെ ഇടണം, അങ്ങനെ ഒരുത്തൻ. വേറൊരുത്തൻ ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പുള്ളിയുടെ പ്രകടനം. പുള്ളി പറഞ്ഞു, താഴോട്ട് നോക്കി പറയാം, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ യു ഫീൽ ഫ്രം ദ പിറ്റ്. താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാൽ നിനക്ക് എന്താണ് തോന്നുന്നത്? ദ നേഷൻ വാണ്ട്സ് ടു നോ. അല്ല, എന്നാൽ യേശു കർത്താവ് വന്നു കരയിൽ, കുഴിക്കകത്ത് കിടക്കുന്നവനെ കണ്ടു, അവൻ്റെ അവസ്ഥ അറിഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി. ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയതോ ദൈവകൃപയാൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകളോർത്ത് ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും, എൻ്റെ കാൽകളെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതോ ദൈവകൃപയാൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ദൈവത്തിനു സ്തോത്രം. ഈ കുഴി വീണതേ ഇവിടുത്തെ ഏതോ രോഗവും, അവിടുന്ന് കരകയറുന്ന സൗഖ്യവും, ഇവിടുത്തെ കടഭാരവും, അതിൽ നിന്നുള്ള അതിജീവനവും മാത്രമല്ല, ഇതിനൊരു നിത്യതയുടെ ഒരു ബന്ധവും കൊണ്ടുണ്ട്. ഇത് നിത്യതയിൽ സംഭവിക്കുന്ന ഒന്നിൻ്റെ നിഴല. നിത്യനരകത്തിൽ നിന്ന് ഒരുവൻ മാത്രം, അവൻ ആമേൻ ക്രൂശിൽ കിടന്ന് എൻ്റെ നരകം പ്രാണനിൽ സഹിച്ച് കരം നീട്ടി, ആമേൻ സ്തോത്രം, അവൻ്റെ ആത്മാവ് എന്നിൽ ഭരിക്കുന്നുവെങ്കിൽ എന്നെ നിത്യതീരത്തണയ്ക്കുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുക. ശ്രേഷ്ഠകരമായ പദവി നൽകി നിർണയപ്രകാരം തിരഞ്ഞെടുത്തു. ശ്രേഷ്ഠകരമായ പദവി നൽകി നിർണയപ്രകാരം തിരഞ്ഞെടുത്തു. നിത്യ ജീവപാതയിൽ ഉറപ്പിച്ചതോ കൃപയാലെല്ലാം. എൻ്റെ കയറയിലുള്ള പിടുത്തം കൊണ്ടോ എൻ്റെ ആ വലിഞ്ഞു കയറിയ സ്റ്റൈല് കൊണ്ടോ ഒന്നുമല്ല.
കൃപയാൽ, ദൈവത്തിൻ കൃപയാൽ, ദയയാൽ, ദയയാൽ, ദൈവത്തിൻ ദയയാൽ. 1 2 3 എന്ന് പറഞ്ഞ് ആമേൻ നേരെ പിറ്റീന്ന് കുഴിക്കകത്തുനിന്ന് സ്തോത്രഗീതം പാടുകയല്ലായിരുന്നു, സ്തുതിഗീതം പാടുകയല്ലായിരുന്നു. ഒരു 10 പടിയുണ്ട്. എന്നാൽ ആ പടികൾ ഓരോന്ന് എണ്ണി വർണ്ണിക്കുന്നില്ല. ഇന്ന് സായാഹ്നം ഒരു പ്രാക്ടിക്കൽ രീതിയിലാണ്. എങ്ങനെയാണ് ഈ ആമേൻ ജീവന് വേണ്ടി, നിത്യ അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്. അതാണ് എൻ്റെ ആപ്ലിക്കേഷൻ. എന്നാലും അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഈ 10 പടികൾ ഞാനൊന്ന് പറയാം. 1, കുഴിക്കകത്ത് വീണു. ഞാനത് വർണ്ണിക്കും. എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ട്. 40-ാം സങ്കീർത്തനത്തിൽ ഫെൽ ഇൻ ടു ദ പിറ്റ്. 1, കുഴിക്കകത്ത് വീണു, കുഴഞ്ഞു. 2, കാത്തിരുന്നു, നിലവിളിച്ചു. വെയിറ്റഡ് പേഷ്യൻ്റ്ലി ആൻഡ് ക്രൈഡ്. വളരെ പ്രധാനമാണ് കേട്ടോ. ചില കരകയറ്റത്തിന് കാലതാമസമുണ്ട്. ഒരു നിലവിളിക്കാലവും ഒരു കാത്തിരിപ്പ് കാലവും ഒക്കെ ദൈവം അനുവദിക്കും. 1, കുഴിക്കകത്ത് വീണു. 2, കാത്തിരുന്ന് നിലവിളിച്ചു. 3, ചാഞ്ഞ് വന്ന് നിലവിളി കേട്ടു. അതാണ് 3. 4, കരകയറ്റി. 5, ഒരു പാറമേൽ നിർത്തി. 6, സ്ഥിരമായ ഒരു ഗമനം നൽകി. 7, വായിൽ പാട്ട് നൽകി. 8, പലരും ഇത് കേട്ടു, ഭയപ്പെട്ടു, ദൈവത്തിൽ ആശ്രയിച്ചു. 9, അതിനുശേഷം വാഗ്ദത്തങ്ങൾ വേണമല്ലോ. വഴിയെ പോകുന്ന ഒരുത്തന് വാഗ്ദത്തങ്ങളൊന്നും ചുരുളിയിൽ നിന്ന് എടുക്കാനൊക്കത്തില്ല കേട്ടോ. ഹീ കനോട്ട് ക്ലെയിം പ്രോമിസസ് ഫ്രം ദ സ്ക്രോൾ. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതാണ് 7-ാം വാക്യത്തിൻ്റെ 2-ാം പകുതി. 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്താൽ നിത്യപ്രതിഫലം ഉണ്ടല്ലോ. അങ്ങനെ 10 പടികളാണ്. എങ്കിലും നിങ്ങളുടെ കൗതുകം തീർക്കാൻ ഞാൻ തിടുക്കത്തോടെ ഈ 10 പടിയിലെ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. 1, കുഴിയിൽ വീണു. 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കുഴിയിൽ, ഡിസ്ട്രക്റ്റീവ് പിറ്റ് ആൻഡ് മൈറി ക്ലേ, കുഴഞ്ഞ ചേറ്റിൽ. അപ്പോൾ അതിനകത്ത് വീഴാൻ പല കാരണങ്ങളുണ്ട്. 2-3 കാരണങ്ങൾ അവിടെ ഞാൻ പറയാം. 12-ാം വാക്യം, 40-ാം സങ്കീർത്തനം 12-ാം വാക്യം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ വരുമ്പോൾ, ട്രബിൾസ് വിതൗട്ട് നമ്പർ, അസുഖം, വേർപാട്, അശ്രദ്ധ, നഷ്ടം, ഇതെല്ലാം സംഭവിക്കുമ്പോൾ, അനീതി, സഹോദരന്മാർ യോസഫിനെ പിടിച്ച് കുഴിക്കകത്ത് തള്ളിയിട്ടു, അനീതിയായിരുന്നു. അപ്പോൾ അനർത്ഥങ്ങൾ, പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ കുഴിക്കകത്തായിപ്പോവും, അവിടെ കിടന്നങ്ങ് കുഴഞ്ഞു പോവും. അതൊരു കാരണമാണ്. 12-ാം വാക്യം 1-ാം പകുതി. 12-ാം വാക്യം 2-ാം പകുതി വായിക്കുമ്പോൾ വേഴ്സ് 12 സെക്കൻഡ് പാർട്ട്, എന്നെ എത്തിപ്പിടിച്ച എൻ്റെ അകൃത്യങ്ങൾ, ഞാൻ തന്നെ ഇന്നലകളിൽ മനഃപൂർവ്വം ചെയ്തു പോയ തെറ്റുകൾ എന്നെ വേട്ടയാടും. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസിയല്ലാത്ത പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്, കാലം എപ്പോഴും പകരം ചോദിക്കും. ദൈവം എന്ന പദം പുള്ളി ഉപയോഗിച്ചില്ല, കാലം പകരം ചോദിക്കും. നമ്മൾ മനഃപൂർവ്വം അതിര് കടക്കുമ്പോൾ, ദാനിയേലും കൂട്ടുകാരും അറിയാം, അവർ മിലിറ്ററി സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടി. ദൂരസ്ഥലത്ത് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ദേ ഡ്രൂ ലൈൻസ് ഓഫ് റെസിസ്റ്റൻസ്. വീഞ്ഞും അമ്പലത്തിൽ നേദിച്ച ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളിതേ ഒരു വരയ്ക്കാം, ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറം വരാൻ വയ്യ, ഞങ്ങളിതിൻ്റെ ഇപ്പുറത്ത് നിന്നോളാം, പച്ചക്കറിയും പച്ചവെള്ളവും പ്രാർത്ഥനയും മതി. അതിര് കടന്നില്ല. എന്നാൽ മനഃപൂർവ്വം ചിലർ അതിര് കടന്നാൽ, ആരും അറിയാതെയായിരിക്കാം, അകൃത്യം ചെയ്താൽ അത് നിങ്ങളെ പിന്തുടരും. ആമീൻ. അങ്ങനെ നേരത്തെ ചെയ്തു കൂട്ടി എന്തിൻ്റെയും തിരിച്ചടി നിമിത്തവും അങ്ങനെ കുഴിക്കകത്ത് വീഴാം. പിന്നെ മറ്റൊരു കാരണം അവിടെ പറയുകയാണ്, അതിൻ്റെ 14-ാം വാക്യം വേഴ്സ് 14, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ, ഹൂ സീക്ക് ടു ഡിസ്ട്രോയ് മൈ ലൈഫ്, ഗൂഢാലോചന, സംഘം ചേരുക, ഞാൻ ഇനി ഇവിടെ വേണ്ട, ഇവൻ ഇനി വേണ്ട, ഇവൻ മുന്നോട്ട് പോകണ്ട, ഇവൻ ഈ നാട്ടിൽ വേണ്ട, എത്രയോ പേരെ എവിടെയൊക്കെ ഒടുക്കിയിരിക്കുന്നു. അങ്ങനെ ഗൂഢാലോചനക്കാർ നിമിത്തവും കുഴിയിൽ വീഴാം.
പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും കാഴ്ചക്കാരായി 2 കൂട്ടം ആളുകൾ നിൽപ്പുണ്ട്. 14 വാക്യത്തിൻ്റെ 2 പകുതിയിൽ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ, ദോസ് ഹു ഡിലൈറ്റ് ഇൻ മൈ ഹാർട്ട്, എൻ്റെ കണ്ണുനീരുകൾ ആഘോഷമാക്കുന്നവർ. 14 വാക്യത്തിൻ്റെ 2 പകുതി. 15 വാക്യത്തിൽ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ, ദോസ് ഹു സെലിബ്രേറ്റ് മൈ ഫെയിലിയർ, ദോസ് ഹു സേ ആഹാ ആഹാ വി ഗോട്ട് ഹിം, ആമേൻ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അവൻ അകപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴിയിൽ ഒരാൾ വീണ് കിടക്കുക. അപ്പോൾ അതിൻ്റെ 2ാമത്തെ പടിയിലേക്ക് വരികയാണ്. വെയിറ്റഡ് പേഷ്യൻ്റ്ലി ആൻഡ് ക്രൈഡ്, കാത്തിരിക്കുന്ന ഒരു കാലം. ചിലപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മളെ ചില കുഴികളിൽ അകപ്പെടാൻ സമ്മതിക്കും. എന്തിനാണെന്നറിയാം? ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഗോഡ് ട്രെയിൻസ് യു. ചില കുഴികളിലാണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത്. സ്ഥിരമായ ഗമനത്തിനും സാക്ഷ്യജീവിതത്തിനും ചില അകപ്പെടലുകളിൽ അവൻ നമ്മെ പരിശീലിപ്പിക്കും. അതൊരു ട്രെയിനിങ് സെഗ്മെൻറ്റ്, അതൊരു കറക്റ്റിംഗ് സെഗ്മെൻറ്റ്, അതൊരു തിരുത്തലിൻ്റെ കാലമാകുവാൻ, അതൊരു പരിശീലനത്തിൻ്റെ കാലമാകുവാൻ തക്കവണ്ണം. അത് പ്രൈസ് ദി ലോർഡ്, അതൊരു സെൽഫ് എക്സാമിനേഷൻ്റെ കാലം കൂടെയാണ്. മാത്രമല്ല, എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വൈ ദിസ് ഡിലേ, എന്തുകൊണ്ടാണ് ഈ താമസം എന്ന് ചോദിച്ചാൽ, ഈ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് വലിച്ചു പൊക്കി വെച്ച് നടത്തിച്ചാൽ പോരാ. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 2 Corinthians chapter 13 verse 5, 2 കൊരിന്ത്യർ 13:5 ഇങ്ങനെയാണ്: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. Examine and evaluate your own selves whether you are in faith. For self-examination and correction. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് പരിശോധിപ്പാനും തിരുത്താനും, കർത്താവേ എവിടെയാണ് എനിക്ക് തിരുത്തൽ വേണ്ടത് എന്ന് എന്നെ തന്നെ ഒന്ന് ആരായുവാൻ തക്കവണ്ണം അവൻ ഒരു കാത്തിരിപ്പിൻ്റെ കാലം ചില പ്രശ്നങ്ങളിൽ അനുവദിക്കും. Where are you correcting me, O Lord? മുടിയനായ പുത്രൻ അവനെ തന്നെ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ അവൻ്റെ ഹൃദയം അവനോട് സംസാരിച്ചു. ഹൃദയത്തിനൊരു ഭാഷയുണ്ട് കേട്ടോ. ഹാർട്ട് ഈസ് ഹാവിങ് എ ലാംഗ്വേജ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ബംഗാളികൾ ഇഷ്ടം പോലെ തിന്ന് ശേഷിപ്പിക്കുമ്പോൾ ഞാൻ പന്നിക്കുഴിയിലാണ് കണ്ടോ. അവനെ തന്നെ ഒന്ന് കാണുവാൻ, അവനെ തന്നെ ഒന്ന് നോക്കുവാനുള്ള ഒരു കാലമാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ സ്വയം ഒന്ന് നോക്കിയാൽ ഒരു ഹൃദയനുറുക്കം ഉണ്ടാകും. പോൾ യോങ്കിച്ചോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗോഡ് കാനോട്ട് ഇഗ്നോർ എ ബ്രോക്കൺ ഹാർട്ട്. ഒരു നുറുങ്ങിയ ഹൃദയത്തെ അവഗണിക്കുവാൻ ഒരിക്കലും ഒരു മനുഷ്യന്, ദൈവത്തിന് സാധിക്കുകയില്ല. അതാണ് സങ്കീർത്തനം 51:17, തകർന്നും നുറുകിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അപ്പോൾ സ്വയം ഒന്ന് നോക്കുമ്പോൾ, ഈ കുഴിയിലായിരിക്കുന്ന കാത്തിരിപ്പിൻ്റെ നിലവിളിയുടെ കാലത്ത്, കണ്ണ് നനഞ്ഞ കാലം, നിലവിളിക്കാലത്ത് സാധാരണ കണ്ടുപിടിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ലാക്ക് ഓഫ് ഡിസേൺമെൻറ്റ്. കർത്താവെ, ഇന്നലകളിൽ വിവേചനമില്ലാതെ ഞാൻ ജീവിച്ചു പോയി. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 2:1, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. പേ കെയർഫുൾ അറ്റൻഷൻ. നമ്മുടെ ജീവിതം അലക്ഷ്യമായി ജീവിക്കേണ്ടതല്ല, വിവേചനമില്ലാതെ ജീവിക്കേണ്ടതല്ല. ആമേൻ. ചിലപ്പോൾ ബന്ധങ്ങൾ വിലമതിക്കാതെ ചിലർ ജീവിക്കും. മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ അറിയാം അവരുടെ വില എന്തുവാണ്. ചിലർ ദേ വിൽ നോട്ട് വാല്യൂ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ. മർഡോണ, സച്ചിൻ തെണ്ടുൽക്കർ, ഇവർക്ക് ശോഭിക്കാൻ ഒരു കാലമുണ്ട്. വയസ്സാം കാലം പന്ത് കളിക്കാനും തട്ടാനും നോക്കുകയില്ല. ശുശ്രൂഷിപ്പാൻ, വചനം പഠിപ്പാൻ, കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാൻ, യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിയിക്കുവാൻ, എല്ലാത്തിനും. എന്നാൽ വിവേചനമില്ലാതെ അലക്ഷ്യമായി. എബ്രായ ലേഖനത്തിൽ തന്നെ ആ ഭാഷയുണ്ടല്ലോ. എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, ഹൗ ക്യാൻ യു എസ്കേപ്പ് ഇഫ് യു, ഇങ്ങനെ വായിക്കുന്നത്, ഇത്ര വലിയ രക്ഷ അഗണ്യമാക്കിയാൽ എങ്ങനെ നിങ്ങൾ തെറ്റിയൊഴിയും? How can you escape if you ignore such a great salvation? Ignorance, negligence. അങ്ങനെ വില കൊടുക്കേണ്ടതിന് വില കൊടുക്കാതെയും, അവസരങ്ങൾ പാഴാക്കിയും, ബന്ധങ്ങൾ വിലമതിക്കാതെയും, അങ്ങനെ ഒക്കെ കുടുംബത്തിലെ ഹോളി ഇൻറ്റിമസി, എ കെയറിങ് ഹാർട്ട്, ഇതൊന്നുമില്ലാതെയും
ഒക്കെ അങ്ങനെയൊക്കെ വരാം. അങ്ങനെ കുഴിയിലായിരിക്കുന്ന കാലം ഒരു വിശകലനത്തിൻ്റെ തിരുത്തലിൻ്റെ കാലമായി ദൈവം ആശീർവദിക്കും. അതാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നു. സങ്കീർത്തനം 82, സാംസ് 82 അതിൻ്റെ 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ, 82-ാം സങ്കീർത്തനം 5 മുതൽ വായിക്കുമ്പോൾ, അവർക്ക് അറിവില്ല, ബോധമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകിയിരിക്കുന്നു. ദേ നോ നത്തിങ്, ദേ അണ്ടർസ്റ്റാൻഡ് നത്തിങ്, ദേ വാക്ക് അബൌട്ട് ഇൻ ഡാർക്ക്നെസ്. അവരുടെ അടിസ്ഥാനമൊക്കെ കുലുങ്ങുക, നോ ഫൗണ്ടേഷൻ. അങ്ങനെ ആമേൻ. അപ്പോൾ ഒരു കുഴി വീണ ഒരു മനുഷ്യന് രണ്ടാമത്തെ പടിയിൽ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു നിലവിളിയുടെ കാലമുണ്ട്. സ്വയം ഒന്ന് വിശകലനം ചെയ്താൽ കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാവും. അബ്യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് റിസോഴ്സസ്, ദുർവിനിയോഗം, ദുരുപയോഗം, പദവി ദുരുപയോഗം ചെയ്യുന്നു, വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. മധുരയിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഒരാളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പട്ടക്കാരെക്കുറിച്ച്, ശുശ്രൂഷകരെക്കുറിച്ച്, വേലക്കാരെക്കുറിച്ച് അവർ ബൈക്കിൽ നിന്ന് വീണാൽ, അവർക്കൊരു അസുഖം വന്നാൽ അപ്പം തന്നെ ഫേസ്ബുക്കിൽ എഴുതും. മനോഹരമായ തമിഴ്, മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്, അങ്ങനെ തന്നെയാണ്, ഇനി അടുത്തത് വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പുള്ളി ഒരു വീൽ ചെയറിലായിരിക്കുന്നത്. മൂത്രമൊക്കെ പോകാൻ ഒരു ട്യൂബും ഒരു സഞ്ചിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. പുള്ളിയാണ് അവിടെ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു സൈബർ മേഖലയെ ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. വേറെ ആളുകളെ പുച്ഛിക്കുവാൻ, മറ്റുള്ളവരുടെ രോഗം സെലിബ്രേറ്റ് ചെയ്യുന്നു, രോഗങ്ങൾ ആഘോഷിക്കുന്നു. നമുക്ക് എന്തുവാ ഈ ശരീരത്തിൽ ബാക്കിയുള്ളവരെ നോക്കി പരിഹസിച്ച് സന്തോഷിക്കാനുള്ളത്? ബിലിഗ്രാൻ സായിപ്പ് പറഞ്ഞ ഒരു ശൈലി ഞാൻ ഓർക്കുക. വി ആർ ഇൻ ആൻ എക്സെൽ ഫ്രെയിം ആൻഡ് വി കണ്ടെയ്ൻ വാട്ടർ ദാറ്റ് ഫ്ലോ എവേ. മുട്ടത്തോടിൻ്റെ ഒരു ചട്ടക്കൂടിൽ. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള വേറൊരു സാധനമാണ് നമ്മൾ ഇന്നലെ ഓംലെറ്റ് അടിച്ച് എറിഞ്ഞ് കളഞ്ഞ മുട്ടയുടെ തോട്. അതുതന്നെയാണ് ഏകദേശം ഈ കാൽഷ്യം. അങ്ങനെയുള്ളൊരു ഫ്രെയിം, അസ്ഥികൂടത്തിനകത്ത് 70% ജലാംശമുള്ള ജലാംശമുള്ള ഒരു മൺകൂടാരത്തിൽ ക്ഷണഭംഗുരമായ ആയുസിൽ എന്താണ് നമുക്ക് ഇത് ദുരുപയോഗം ചെയ്യാനുള്ളത്? എന്താണ് ആമേൻ ഇതോർത്ത് അഹങ്കരിക്കാനുള്ളത്? അപ്പോൾ 1 കുഴിയിൽ വീണു, 2 അവിടെ ഒരു കണ്ണുനീരും കാത്തിരിപ്പും നിലവിളിയും ഒക്കെ ഉണ്ട്. എന്നാൽ 3-ാമത്തെ പടിയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് നല്ല ഉയരമുള്ള ഒരപ്പൻ ചാഞ്ഞു വരുന്നത് പോലെ അവനെങ്കിലേക്ക് ചാഞ്ഞു. എ ലവിങ് ഫേവർ, ഒരു ആനുകൂല്യം, ഒരു ആനുകൂല്യത്തിൻ്റെ ഒരു അനുഭവം. ആരുമില്ലാത്ത ഈ കുഴിയിലകപ്പെട്ടവന് വേണ്ടി ഏറ്റവും അടുത്ത ബന്ധുവായി. എ റിലേഷൻ ദാറ്റ് വിൽ ലീഡ് ടു റെസ്റ്റോറേഷൻ. ഈ ബന്ധമാണ് കരകയറ്റുന്ന ഒരു പുനഃസ്ഥാപനത്തിലേക്ക്, ഒരു വിടുതലിലേക്ക് നയിക്കുന്നത്. ചാഞ്ഞു വന്നു. ഒരേ നാട്ടിൽ, ഒരുപോലുള്ള വീട്ടിൽ, ഒരേ സ്കൂളിൽ പഠിച്ച്, ഒരേ കോളേജിൽ പഠിച്ച്, എന്നാൽ 2 വ്യക്തികൾ, ഒരുത്തൻ ഉയർന്നു, മറ്റവൻ താളടിയായിപ്പോയി. കാരണം എന്താണെന്നറിയാം? ഉയർന്നവനോടുകൂടെ ലോട്ട്സ് ഫേവർ, എന്തോ ഒരു മനുഷ്യന് വർണ്ണിക്കാനാവാത്ത ഒരു ആനുകൂല്യം. ഒരുത്തൻ ഇത് ആനുകൂല്യം നൽകുവാൻ ചാഞ്ഞു വന്നു. ബിഹൈൻഡ് എവറി ഗ്ലോറി ദർ ഇസ് എ സ്റ്റോറി. ജയിച്ച ഒരു കുടുംബം, അതിൻ്റെ പിന്നിൽ ദൈവിക സാന്നിധ്യം ചാഞ്ഞിറങ്ങി വരുവാൻ തക്കവണ്ണം നിലവിളിച്ച ചില മാതാപിതാക്കന്മാരുണ്ട്. നോബഡി കംസ് അപ്പ് ബൈ മിസ്റ്റേക്ക്. അബദ്ധത്തിലൊന്നും ദൈവകൃപയിൽ, ദൈവാനുഗ്രഹത്തിൽ ഒരു കുടുംബവും കരകയറി പോകത്തില്ല. അപ്പോൾ അത് ചാഞ്ഞിറങ്ങി നിലവിളി കേട്ടു. ഹി ടേൺഡ് ടു മീ ആൻഡ് ഹേർഡ് മൈ ക്രൈ. 2-ാം വാക്യം, ചേറ്റിൽ നിന്ന് കയറ്റി. ഹി ലിഫ്റ്റഡ് മീ ഔട്ട് ഓഫ് ദ മൈറി ക്ലേ. നില മാറി, നേരത്തെ നിലയിൽ നിന്ന് ഉയർത്തി. ഇനി അതിൻ്റെ അടുത്ത പടി, അതിൻ്റെ 2-ാം വാക്യത്തിൽ തന്നെ പാറമേൽ നിർത്തി. ഒരാൾ പാറ നിൽക്കുക. അപ്പോൾ അവൻ്റെ ഫൗണ്ടേഷൻ ഏതാ? അവൻ്റെ അടിസ്ഥാനം ഏതാ? പാറയാണ് അടിസ്ഥാനം, അല്ലേ? അത് ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തു അടിസ്ഥാനമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്. ഇതെവിടെയാണ് ഒരു തുടക്കം കേട്ടോ. അവനെ ഒരു പാറമേൽ നിർത്തി. വെറുതെ അങ്ങനെ നിൽക്കാനല്ല. ഷിപ്സ് ആർ സേഫർ അറ്റ് ദ ഹാർബർ ബട്ട് ദേ ആർ നോട്ട് മെൻ ഫോർ ഇറ്റ്. തുറമുഖത്ത് കെട്ടിയിടുന്ന കപ്പലുകൾ ഭദ്രമാണ്, പക്ഷേ അതിനു വേണ്ടിയല്ലല്ലോ.
ക്രിസ്തുവിനെ അടിസ്ഥാനമായി സ്വീകരിച്ചു വെറുതെ നിൽക്കാനല്ല, എന്നാൽ അതൊരു പുതിയ തുടക്കമാണ്. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. പഴയ നിയമത്തിലെ യോസഫ്, ഹി വാസ് എ ഫേവർ മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞ ഫേവർ മാൻ. ദൈവം ഒത്തിരി പ്രാവശ്യം അവൻ്റെ അടുക്കലേക്ക് ചാഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. ദൈവ ആനുകൂല്യം ജീവിതത്തെ തിരുത്തി എഴുതിയതാണ് ആ മനുഷ്യൻ്റെ അനുഗ്രഹത്തിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 41:14 വായിക്കുന്നുണ്ട് ആ തുടക്കം. ജയിലിലായിരുന്നു, എന്നാൽ അവനെ കുണ്ടറയിൽ നിന്നിറക്കി ക്ഷൗരം ചെയ്ത് വസ്ത്രം മാറി. കണ്ടോ, അവന് അതിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്. അതുപോലെ ക്രിസ്തു അടിസ്ഥാനമായ ഒരു അനുഭവത്തിലേക്ക്, അതാണ് 5-ാമത്തെ പടി. 1 കുഴിയിൽ വീണു, 2 നിലവിളിച്ചു കാത്തിരുന്നു, 3 ചാഞ്ഞിറങ്ങി വന്നു, അവനെ ഉയർത്തി പാറമേൽ നിർത്തി. ഇനി അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, 2-ാം വാക്യത്തിൽ വായിക്കുന്നു, 6-ാമത്തെ തലക്കെട്ട് ഗമനത്തെ സ്ഥിരമാക്കി. എസ്റ്റാബ്ലിഷ് മൈ ഗോയിങ്സ്. യോസഫ് അവന് കാരാഗ്രഹത്തിന് പുറത്തു വന്നു. അവൻ്റെ സ്റ്റാറ്റസ് മാറി കേട്ടോ. ഇനി അവൻ കുഴിയിലോട്ട് പോകത്തില്ല, സ്റ്റാറ്റസ് മാറി. ഇതുവരെ കൈദി നമ്പർ 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാക്കയുവത്തി അവിടെ നിൽക്കണമായിരുന്നു. ഇപ്പം മാറി, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. തുച്ഛമായ നാണയങ്ങൾക്ക് അവനെ വിറ്റതാണ്, പക്ഷേ ഇവനിപ്പോൾ വിദേശ കറൻസിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫിനാൻസിൻ്റെ കാര്യവും ഒക്കെ ചുമതലയെല്ലാം ഉണ്ട്. ഇനി കുഴി വീഴാത്തൊരു ഗമനം, ഇനി കുഴികൾക്ക് കീഴ്പ്പെടുത്താനാവാത്ത ഒരു സ്ഥിരമായ ഗമനം. ചുമ്മാ അങ്ങനെ നടന്നാൽ മതിയോ? 7-ാമത്തെ പടി, 3-ാം വാക്യം. എ ന്യൂ ബ്യൂട്ടിഫുൾ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഹിസ് ലോഡ്. വായിൽ പുതിയൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലീസിങ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു രീതിയാണത്. പുതിയൊരു പാട്ട്, പഴകാത്ത, പഴമ തോന്നാത്ത, വിരസത തോന്നാത്ത ഒരു പാട്ട്, സാക്ഷ്യത്തിൻ്റെ വചന സംവേദനത്തിൻ്റെ ഒരു രീതി കിട്ടുക. 8-ാമത്തെ പടി, പലരും ഇത് കണ്ടു, ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിച്ചു. ചിലർ ഈ സ്ഥിരമായ ഗമനമൊക്കെ കിട്ടി, കര കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. വേർപാട് മനുഷ്യനിൽ നിന്നല്ല വേർപാട് കേട്ടോ, പാപത്തിൽ നിന്നാണ് വേർപാട്. പണ്ട് ഏതുമല്ലാത്ത ഒരു സ്റ്റോപ്പിൽ ഒരുത്തൻ നിന്നു. അപ്പോൾ പല ബസ്സിനും കൈ കാണിച്ചിട്ട് അവർ നിർത്തിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റോപ്പാണ്. എന്നാൽ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ഡ്രൈവറിന് മനസ്സലിഞ്ഞ് അവൻ നിർത്തി. ഇവൻ കയറിക്കഴിഞ്ഞ് പിന്നെ ഇവന് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇനി ഈ വണ്ടി എങ്ങും നിർത്തരുത്. വേറെ എങ്ങാണ്ട് നിർത്തിയപ്പോൾ പറയാം, പേര് സൂപ്പർ ഫാസ്റ്റ് എന്ന്, അതേ കണ്ട വഴിക്കെല്ലാം നടത്തി. നീ എവിടെ കിടന്നവനാ? നീ എവിടെ നിന്നവനാ? എവിടെ താളടിയായി പോകേണ്ടവനാ? ഈ വിടുതലിൻ്റെ സഹായകനായ കർത്താവിനെ മറ്റുള്ളവർക്ക് വേണ്ടായോ? യോസഫ് തന്നെ നല്ലൊരു എക്സാമ്പിൾ, നല്ല ഉദാഹരണമാണ്. ഉൽപ്പത്തി 40-ാം അധ്യായത്തിൽ അപ്പക്കാരനും പാനപാത്രവാഹകനും കൂടെ ജയിലിൽ കിടക്കുക. അവർ വിഷാദിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളൊരു സ്വപ്നം കണ്ടല്ലോ. അപ്പോൾ യോസഫിന് വേണേൽ അങ്ങോട്ട് പറയാം, ഞാൻ 1-2 എണ്ണം കണ്ടു, കറ്റയുടെ സ്വപ്നവും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സ്വപ്നവും ഒക്കെ ഞങ്ങൾ കണ്ടേച്ചാൽ ഞാനിവിടെ വന്ന് കിടക്കുന്നു. ഞാൻ അതിലും വലിയ സ്വപ്നത്തിൻ്റെ കഷ്ടത്തിൽ ഒന്നും പറഞ്ഞില്ല. ഹി ലിസൺഡ്. അവരോട് ചോദിച്ചു, കേട്ടു, പറ്റുന്ന തരത്തിൽ അത് വ്യാഖ്യാനിച്ചു. അത് ആമേൻ, അത് അനുഗ്രഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിരുന്നു. ആമേൻ. ഇതുപോലെയാണ് ചിലർ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ച ആർക്കും സൗഖ്യം കിട്ടുന്നില്ലല്ലോ. ആദ്യം ആകത്തൊരു സിമ്പതി, അതാണ് ആദ്യത്തെ ഒരു കൃപ. ബാക്കിയുള്ളവൻ്റെ വേദന നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു കൃപയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളിലൂടെ ദൈവം അനേകരെ സൗഖ്യമാക്കും. അപ്പോൾ അതേ മറ്റുള്ളവരോട് ശുശ്രൂഷ, മറ്റുള്ളവരെ കേൾപ്പിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു, തമ്പുരാനിൽ ആശ്രയിച്ചു. തീർന്നില്ല. അതിൻ്റെ 9-ാമത്തെ പടി 7-ാം വാക്യത്തിലാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദർ ആർ thousands ഓഫ് പ്രോമിസസ്. വാഗ്ദത്തങ്ങൾ നിരവധിയുണ്ട് വേദപുസ്തകത്തിൽ. അത് വഴിയെ പോകുന്നവർക്ക് എടുക്കാനല്ല. വിറ്റഴിക്കൽ മേളയൊക്കെ വരുമ്പോൾ ചില തുണിക്കടയിലോട്ട് സ്ത്രീകളെല്ലാം കൂടെ അങ്ങ് ഇടിച്ചങ്ങ് കയറും. അതും എടുത്തു ഇതും എടുത്തു, ഒരു കൂന. പക്ഷേ അതിൻ്റെ മൂല്യം കൊടുക്കാനില്ലെങ്കിൽ അത് അവിടെ ഇട്ടേച്ച് പോവുകയുള്ളൂ. അതിൻ്റെ മൂല്യം ഒരുത്തൻ കൊടുത്തു. ഈ പുസ്തകത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും നിനക്കാകുവാൻ തക്കവണ്ണം, നിനക്ക് അവകാശം നൽകുവാൻ തക്കവണ്ണം ആ ക്രൂശിലെ വില ഏറ്റെടുത്ത് അവനെ സാക്ഷിച്ച് അവൻ്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ച് ഈ പുറന്തോട് അവൻ്റെ വാസത്തിനും നിൻ്റെ ശബ്ദവും നിൻ്റെ അവസരവും അവനെ ഉയർത്തുവാനും ആമേൻ വിട്ടുകൊടുത്താൽ, ആമേൻ, സ്തോത്രം, യു ക്യാൻ ക്ലെയിം
പ്രോമിസസ്, നിനക്ക് വാഗ്ദത്തങ്ങളെ അതിൽ ഭയപ്പെടാ എന്ന് പറഞ്ഞ് നിന്നെക്കുറിച്ചാണ്. ഞാൻ രോഗസൗഖ്യദായകനായ ദൈവമാകുന്നു, അത് നിൻ്റെ രോഗത്തിൻ്റെ വിടുതലിനെക്കുറിച്ചാണ്. സ്തോത്രം. കൈക്ക് പിടിച്ചു നിന്നെ കാക്കും, അത് നിന്നെക്കുറിച്ചാണ്. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതാണ് 9ാമത്തെ പടി. 10ാമത്തെ പടി ഞാൻ പറഞ്ഞു, പരപ്രേരണ കൂടാതെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അവൻ്റെ ഹിതം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പടി. അതാണ് 8ാം വാക്യം. ഇതിനാണ് നിത്യ പ്രതിഫലമുള്ളത്. ഇതിനാണ് സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രതിഫലവും അവൻ വരുമ്പോൾ സ്തോത്രം നിലനിൽക്കുന്ന റിവാർഡ് പ്രതിഫലവും ഉള്ളത്. അപ്പോൾ ചിലർ ചോദിക്കും, എങ്ങനെയാണ് ഈ ഒരു അനുഗ്രഹീത നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്? നമുക്ക് വിശ്വാസമുണ്ട്, അവൻ കൃപയുടെ കരം നീട്ടുമ്പോൾ നമ്മൾ കയറി പിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് വർണ്ണിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് കരകയറുന്നത്? സ്തോത്രം. വായിക്കുന്നു. പുതിയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കുക. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇറ്റ് ഈസ് ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ഈ കരകയറുന്ന, ഈ രക്ഷയുടെ നിത്യപ്രതിഫലത്തിലേക്ക് കരകയറുന്ന, ഈ രക്ഷിക്കപ്പെടുക എന്ന ഈ അവസ്ഥ അവിടെ പറയാ, അത് കൃപയാലാണ്. താഴേക്ക് നീണ്ടുവന്ന കൈ, അല്ലെങ്കിൽ താഴേക്ക് കുഴിക്കകത്ത് കിടക്കുന്ന ഒരുത്തൻ്റെ അടുത്തേക്ക് ഒരു കയറ് താഴേക്ക് വന്നു, അതാണ് കൃപ. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കൃപ, നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് വിശ്വാസം. അപ്പോൾ ചിലർ പറയും, തമ്പുരാൻ കുഴിക്ക് പുറത്ത് നിൽക്കുന്നു, ഞാൻ കുഴിക്കകത്ത് കിടന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവൻ എന്നെ കരകയറ്റാൻ ഞാൻ കരയിൽ ചെല്ലുമോ? ഇല്ല. ഈ കയറിൻ്റെ അറ്റത്ത് ഒരു ലൂപ്പുണ്ട്, ഒരു കുരുക്കുണ്ട്, നിന്നെ കൊന്നുകളയാത്ത. അത് ഹൃദയത്തിനോട് ചേർത്ത് ധരിക്കുമ്പോൾ, ഇഫ് യു ആർ വില്ലിങ് ടു ബി കണക്റ്റഡ്, അവൻ്റെ കൃപയോട് ബന്ധിതമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ, എന്നാൽ തീർച്ചയായിട്ടും അവൻ നിന്നെ കരകയറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കൃപ, എൻ്റെ ഭാഗത്തു നിന്നുള്ളത് വിശ്വാസം. അപ്പോൾ എന്താണ് വിശ്വാസം എന്നൊന്ന് വർണ്ണിച്ചാൽ, നിങ്ങൾക്കറിയാം, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അത് മാത്രമല്ലല്ലോ വിശ്വാസം. അതൊന്ന് വർണ്ണിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ കൃപയുടെ കയറ് ഞാൻ എങ്ങനെ സ്വീകരിക്കും? ഇരമ്യാവ് 38 നമ്മൾ വായിക്കുന്നുണ്ട്. ജെറമായ ചാപ്റ്റർ 38 അവന് കുഴിക്കാത്തിട്ടു. ഇരമ്യാവ് കുഴിക്കാത്ത ഇരമ്യാവ് 38. അപ്പോൾ അതിൻ്റെ കീറ്റ തുണിക്കണ്ടങ്ങളും അതുപോലെയൊക്കെ കക്ഷത്തിൽ ഒക്കെ ഇട്ടേച്ച് താഴോട്ട് വന്ന കയറ് അവൻ ധരിച്ചപ്പോൾ അവനെ വലിച്ചു കയറ്റിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇരമ്യാവ് 38 13-ാം വാക്യം. ഈ കയറ്, കൃപയുടെ കയറ് ഞാൻ സ്വീകരിക്കണം. കുഴഞ്ഞ ചേറ്റിനകത്ത് കിടക്കുന്ന ഞാൻ സമ്മതിക്കണം, ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ ഏറ്റുപറയണം. ഈ രക്ഷയെ ഞാൻ സ്വീകരിക്കണം. ഈ കയറ് വഴി, കൃപയുടെ കയറ് വഴി ഞാൻ ക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആകണം. വില്ലിങ്നെസ് ടു ബി കണക്റ്റഡ് ടു ജീസസ്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റലക്ച്വൽ ഫെയ്ത്ത്, ബുദ്ധിപരമായൊരു വിശ്വാസമല്ല, ഒരു ദൈവശാസ്ത്രപരമായ വിശ്വാസമല്ല. ഞാൻ പറഞ്ഞല്ലോ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതൊരു സയൻറ്റിഫിക് ട്രൂത്താണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ കണ്ടോ സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കിടന്ന് ഓടുന്നു? നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല. അതൊരു ചരിത്രപരമായ ഒരു സത്യത്തിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ്. ചിലർ ഒരു പടിയും കൂടെ കയറ്റി പറയും, എൻ്റെ പാപത്തിന് മറുവിലയായിട്ടാണ് ക്രിസ്തു മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരും. ഇതെല്ലാം അറിയാം, തിയോളജി എല്ലാം അറിയാം, അതിലുള്ള വിശ്വാസവും അല്ല വിശ്വാസം. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു ഭയങ്കര വിശ്വാസിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബൈബിൾ കവർ ടു കവർ പുള്ളി വിശ്വസിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 19, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പാർട്ടി. പക്ഷെ അവനെ ഒരു പള്ളിയിലും ചേർക്കാൻ കൊള്ളുകയില്ല, അവൻ പിശാചാ. അവന് കാര്യങ്ങളറിയാം, പക്ഷേ അവന് യേശുവുമായി, ദൈവവുമായി
ഒരു ബന്ധം, ഒരു കണക്ഷൻ അവന് താല്പര്യമില്ല. എന്താണ് വിശ്വാസം? വില്ലിങ്നെസ് ടു ബി കണക്റ്റഡ്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ദന്തേവാഡയിൽ 2001 അവിടെ ആയിരുന്നപ്പോൾ അവിടെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പോസ്റ്റാണ് സർപഞ്ച്. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ അപ്പനിൽ നിന്ന് മകനിലേക്കും പിന്നെ അടുത്ത മകനിലേക്കും ഒക്കെ വരുന്ന ഒരു പോസ്റ്റുണ്ട്, അതാണ് പട്ടേൽ. അത് ഒരു പട്ടേലിൻ്റെ മകൻ, അതും നാട്ടുപ്രമാണി തന്നെയാണ്. അപ്പോൾ പട്ടേലിൻ്റെ മകൻ പട്ടേലായിരിക്കും. അപ്പോൾ മടിയ ഗോത്രവർഗത്തിൻ്റെ മധ്യേ ഒരു പട്ടേൽ മരിച്ചപ്പോൾ അടുത്ത ഒരു വിവരമില്ലാത്ത ഒരുത്തൻ ആ ഗ്രാമത്തിലെ പ്രമുഖനായി. അപ്പോൾ അവിടെയുള്ള ഈ മലേറിയയുടെ ഒരു പ്രോജക്റ്റ് വഴി കുറച്ച് പണം സർക്കാർ കൊടുത്തത് ഇവൻ അടിച്ചു മാറ്റി. അവൻ എണ്ണാൻ അറിയത്തില്ല. അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, എന്നോട് പറഞ്ഞു, ഗുരുജി ഇതൊന്ന് എണ്ണിത്തരണം. ഞാൻ എണ്ണിയപ്പോൾ 6300ഓളം രൂപയുണ്ട്. അവനൊരു ചാക്കുനൂല് കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. അവനത് ഈ എലിയെ വാലെ പിടിച്ച് പൊക്കുന്നത് പോലെ ഈ നോട്ട് കെട്ട് ഈ നാരെ പിടിച്ച് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. അപ്പോൾ അവന് വേറെ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി ടൗണിൽ പോകണം. 27 കിലോമീറ്റർ ദൂരെ ദന്തേവാഡ എന്ന പട്ടണത്തിൽ പോകണം. അവനവിടെ ചെന്നു. അവൻ്റെ ഗ്രാമത്തിലാണെങ്കിൽ അവന് വിശന്നാൽ ഏത് വീട്ടിൽ ചെന്നാലും അവന് കൈ കഴുകാൻ വെള്ളവും ഭക്ഷണവും കിട്ടും. അതവരുടെ ആ നല്ല സംസ്കാരമാണ്. എന്നാൽ അവൻ പട്ടണത്തിൽ ചെന്നപ്പോൾ അവന് വിശന്നപ്പം എവിടുന്നാണ് കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല. അവൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ അവിടെ ഇല്ല. എന്നാൽ അവൻ്റെ പ്രയാസം മനസ്സിലായ ഒരു റിക്ഷ വലിക്കുന്ന ഒരുത്തൻ പറഞ്ഞു, ഡാ നിൻ്റെ പൈസ ഉണ്ടോ? അപ്പോൾ അവൻ ആ നൂല് ഇങ്ങനെ പൊക്കി കാണിച്ചു, ദേ പൈസ ഇത്രയുണ്ട്. ദേ അങ്ങനെയാണെന്ന് ദേ ആ ഹോട്ടലിൽ ചെന്ന് ആദ്യം പറയണം, നിൻ്റെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭക്ഷണം തരില്ല, ആദ്യം ചെന്ന് പറയണം എൻ്റെ പൈസ ഉണ്ട്, എനിക്ക് ഭക്ഷണം തരണം എന്ന് പറയണം. അപ്പോൾ അവിടെ ചെന്നു അവനിത് പൊക്കി കാണിച്ചു. അവന് രൂപാനോട്ട് പൊക്കി കാണിച്ച് എൻ്റെ പൈസ ഉണ്ട്, എനിക്ക് ഭക്ഷണം തരണം. അന്നേരം പറഞ്ഞു ആ കസേരയിലോട്ട് പോയിരിക്കുക. അവൻ അവിടെ പോയിരുന്നിട്ട് അവന് പറഞ്ഞു, ദേ ഞാൻ ഇത്രയും നേരം ഇവിടെ വന്നിരുന്നു, എൻ്റെ പൈസ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ കൈ കഴുകാൻ എനിക്ക് വെള്ളം കൊണ്ട് തന്നില്ല. എടാ ദേ അവിടെ ഒരു വാഷ് ബേസിൻ കണ്ടോ, അവിടെ പോയാൽ നിനക്ക് കൈ കഴുകുക. അവനവിടെ ചെന്നിട്ട് പറഞ്ഞു, വാഷ് ബേസിനകത്ത് വെള്ളമില്ല, ഇതിനകത്ത് വെള്ളമില്ല, ഞാൻ അങ്ങനെ കഴുകും. എടാ ഭിത്തിക്കകത്തുനിന്ന് ഒരു ടാപ്പ് വരുന്നുണ്ടോ, അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൈ കഴുകുക. അവനെ തിരിച്ചപ്പോൾ വലിയ സന്തോഷം, ഭിത്തിക്കകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം വരും. അവന് കൈ കഴുകി, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി പിന്നെയും കൈ കഴുകി. അവന് വലിയൊരു ആഘോഷമായിരുന്നു. ഭിത്തിക്കകത്തുനിന്ന് ആവശ്യം പോലെ കൈ കഴുകാനും കുടിക്കാനും വെള്ളം വരുന്നു. അവന് പൈസ കൊടുക്കാൻ നേരത്ത് ചോദിച്ചു, ഈ ഭിത്തിക്കകത്തുനിന്ന് വെള്ളം വരുന്ന ഈ സാധനത്തിൻ്റെ പേരാ ടാപ്പ്. അത് എവിടുന്ന് കിട്ടും? ദേ നീ ആ കടയിൽ പോയിട്ട് ആദ്യം പറയണം നിൻ്റെ പൈസ ഉണ്ട്, ടാപ്പ് തരണമെന്ന് പറയണം. അവനവിടെ ചെന്ന് 60 രൂപയുടെ സാധനത്തിന് 300 രൂപ കടക്കാരൻ പറ്റിച്ച് അവൻ അതും കൊണ്ട് പോയി. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, എടാ നിനക്ക് ഇത് മാത്രം മതിയോ? ഇതിൻ്റെ കണക്ടർ വേണ്ടേ? ഇതിൻ്റെ പൈപ്പ് വേണ്ടേ? ഇതിൻ്റെ ആ മണ്ടയ്ക്ക് ഓവർ ഹെഡ് റിസർവയർ വേണ്ട? അവൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഞാൻ നേരിട്ട് വേണ്ട, ഭിത്തിക്കകത്തുനിന്ന് ഇത് വെച്ചാൽ ഇതിനകത്തൂടെ വെള്ളം വരും. അവൻ നാട്ടിൽ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ ഭിത്തി കിഴിച്ച് വെച്ചിട്ടൊന്നും അത് തല്ലി ഒടിച്ച് കളഞ്ഞു. എന്നാൽ മേളിലൊരു റിസർവയർ, ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അതിനകത്തുള്ളത് താഴെ നമുക്ക് കിട്ടും, അല്ലേ? വില്ലിങ്നെസ് ടു ബി കണക്റ്റഡ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ ഉയരത്തിലെ ഒരു സംഭരണിയായിട്ട് ബന്ധപ്പെടുവാൻ? പാപത്തിൻ്റെ ഇടവേളകൾ കൂടാതെ ആ ഒരു ബന്ധമില്ലെങ്കിൽ വേറൊരു റിസർവയറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ക്രിസ്തുവാകുന്ന റിസർവയറുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ സൗഖ്യം, അവൻ്റെ സ്നേഹം, അവൻ്റെ വിടുതൽ, അവൻ്റെ വചനം, അവൻ്റെ നടത്തിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ മറ്റൊരു ബന്ധം നിങ്ങളറിയാതെ വന്നു ചേരും. വെളിച്ചമില്ലാത്ത ഇടത്ത് ഇരുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ, സ്തോത്രം. അപ്പോൾ വിശ്വാസത്താൽ ബന്ധിതമായിരിക്കുക. ആമേൻ. ക്രിസ്തുവുമായി അവൻ കൃപയുടെ കരം നീട്ടിയിരിക്കുക. അത് ധരിക്കണം, അവൻ്റെ കൃപ ധരിക്കണം. ആമേൻ. അഹങ്കാരം വിട്ടുമാറി അവൻ്റെ കൃപ ധരിക്കണം. സ്തോത്രം. അപ്പോൾ ചിലർ ചോദിക്കും, ഈ കണക്ഷൻ ഞങ്ങൾക്കും വേണം, അത് എങ്ങനെ നടക്കും? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് ജനിക്കണം. വീണ്ടും ജനനം എന്ന് പറയും, ബോൺ അഗെയിൻ. അതെന്തുവാന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ അപ്പച്ചനുപദേശിമാർ പഠിപ്പിക്കുമായിരുന്നു, പഴയ അച്ഛന്മാരൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പുതുജനനം എന്താണ്? വെൻ യു ആർ ബോൺ അഗെയിൻ, വെൻ യു ആർ ബോൺ ഫ്രം ഗോഡ്. ഉദാഹരണം പറയാം, ഇത് സൺഡേ സ്കൂളിലെ ഉദാഹരണമാണ്. എൻ്റെ വീട്ടിൽ ഒരു പൂച്ച പ്രസവിച്ചു, കുറേ പൂച്ചക്കുഞ്ഞ് ജനിച്ചു.
അപ്പം ജനിച്ച് അധിക സമയം കഴിയുന്നതിന് മുമ്പേ ഈ പൂച്ച 4 കാലേ നടക്കാൻ തുടങ്ങി. എൻ്റെ ഭാവം മാറി. 2 കാലേ നടക്കുന്ന എൻ്റെ വീട്ടിൽ ജനിച്ച ഈ പൂച്ച 2 കാലയിലല്ലേ നടക്കേണ്ടത്? ഈ വീട്ടിലെ സംസ്കാരം 2 കാലേ നടക്കുന്ന സംസ്കാരമല്ലേ? ഞാൻ ഇച്ചിരി വഴക്ക് പറഞ്ഞ് ഇച്ചിരി പരിശീലനമൊക്കെ കൊടുത്ത് ചിലപ്പോൾ ആ പൂച്ച കുറച്ച് കാലം 2 കാലേ നടന്നു എന്നിരിക്കും. എന്നാൽ എലിയെ കാണുമ്പോൾ വീണ്ടും 4 കാലയില്ല. എന്നാൽ എനിക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ജനിച്ച ഉടനെ നടക്കാനൊന്നും തുടങ്ങുകയില്ല. ചില നടക്കും, വീഴും. അവർ വീഴുമ്പോൾ ഞാൻ വടിയെടുത്തോണ്ട് ചെല്ലുമോ? എടാ 2 കാലേ നടക്കുന്ന എൻ്റെ മക്കൾ ആമേൻ നടന്നപ്പം വീണോ? ഇല്ല. എൻ്റെ ജീവൻ, എൻ്റെ ജനുസ് അവരിലുണ്ടെങ്കിൽ അവർ തീർച്ചയായും കുറച്ച് കഴിഞ്ഞ് 2 കാലേ നടക്കും. അപ്പോൾ ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് ഒരു വീണ്ടും ജനനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പൂച്ച 2 കാലേ നടത്തുന്ന പോലെ ഇരിക്കും. ആമേൻ. അപ്പോൾ യേശു കർത്താവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് ആമേൻ അവൻ്റെ ആത്മാവ് ആമേൻ സ്തോത്രം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയും, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആദ്യമൊന്നും പൗലോസ് ക്രിസ്തുവിനെ പോലൊന്നും നടന്നില്ല. നടക്കാൻ പറ്റുമോ എന്ന് പിടിക്കാമോ എന്ന് കണ്ട് പുള്ളി ഓടുന്നതേ ഉള്ളൂ എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഫിലിപ്പ് ലേഖനം 3:12 വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ, ഞാൻ ലാക്കിലേക്ക് ഓടുന്നേ ഉള്ളൂ. ഫിലിപ്പ് ലേഖനം 3:12. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഓട്ടം തികച്ചു. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്. എൻ്റെ ഓട്ടം തികച്ചു. ആമേൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ, അവൻ്റെ ആത്മാവ് നമ്മിൽ, ആമേൻ, അവനെ അനുകരിച്ച് അവൻ്റെ സഹനം, അവൻ്റെ സ്നേഹം, അവൻ നൽകുന്ന അതിജീവനം, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആമേൻ ഏതനുഭവങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും, ആമേൻ സിംഹക്കുഴിയാണെങ്കിലും, ശിഷ്യന്മാരകപ്പെട്ടതുപോലെ കുണ്ടറയുടെ അനുഭവമാണെങ്കിലും, ആമേൻ യോന കടലാനയുടെ വയറ്റിലകപ്പെട്ടു, ദാവീദ് ഗോലിയാത്തിൻ്റെ വളരെ ഭാരിച്ച ആയുധങ്ങൾക്ക് മുമ്പിൽ അകപ്പെട്ടു, തോമാസ് ആമേൻ സംശയത്തിലകപ്പെട്ടു, ആമേൻ സ്തോത്രം ലാസറിനെ ആമേൻ മരണക്കുഴിയിൽ നിന്നാണ് വലിച്ചു കയറ്റിയത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ ചെങ്കടലിൽ കൂടെ മറുകരയിലെത്തിച്ച, മരുഭൂമിയിലൂടെ വാഗ്ദത്ത ദേശത്തെത്തിച്ച, ആമേൻ മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ ആമേൻ സ്തോത്രം അനുഗ്രഹത്തിൻ്റെ ജലതടാകത്തിലെത്തിച്ച ഒരു ദൈവമുണ്ട്. അവനാണ് നമ്മുടെ സഹയാത്രികൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളായിരിക്കുന്ന പിറ്റ്, നിങ്ങളായിരിക്കുന്ന ആമേൻ സ്തോത്രം കുഴി, ആമേൻ ചിലപ്പോൾ അതിന് പെട്ടെന്നൊന്നും നിങ്ങളെ വലിച്ചു കയറ്റുകയല്ല. ചില അകപ്പെടലുകൾ, ആമേൻ ചില വേദനകൾ, ചില രോഗങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ. എന്നാൽ അതിനു മധ്യേ വെയിറ്റ് പേഷ്യൻ്റ്ലി, ആമേൻ സ്തോത്രം കണ്ണുനീരിനൊരു ശുശ്രൂഷയുണ്ട്, ആമേൻ നുറുക്കത്തിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അവൻ ചാഞ്ഞിറങ്ങി വന്ന് ഒരു ബന്ധത്തെ തരും. ആമേൻ. എ റിലേഷൻ ദാറ്റ് ക്യാൻ റിസ്റ്റോർ. ആരും ഇല്ലെങ്കിൽ ഈ ബന്ധം ധാരാളം മതി. ആമേൻ സ്തോത്രം. പിന്നെ അവൻ കര കയറ്റും. ആമേൻ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്നെ നിർത്തും. പിന്നെ കുഴിയിൽ വീഴാത്ത സ്ഥിരമായ ഒരു ഗമനത്തെ തരും. വെറുതെ നടക്കുകയല്ല, സന്തോഷത്തിൻ്റെ ഒരു സാക്ഷ്യം, പാട്ടുപോലെ താളനിബദ്ധമായ ഡിസിപ്ലിൻഡ് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്രൈസ്റ്റ്. ആമേൻ. അച്ചടക്കമുള്ള ക്രിസ്തുവിനെ സംവേദിക്കാനുള്ള ഒരു രീതി തരും. ഹല്ലേലൂയ, സ്തോത്രം. പലരും അത് കേൾക്കും, അവർ ഭയപ്പെടും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. തമ്പുരാനെ ആമേൻ റെവറൻഷ്യൽ ഫിയർ ഉണ്ടല്ലോ. എൻ്റെ പിള്ളേർ എന്നെ ഭയപ്പെടുന്നത് ഒരു സ്നേഹത്തിൽ നിന്നുള്ളതാണ്. ആമേൻ സ്തോത്രം. ഇത് അപ്പന് വേദന, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയില്ല. ആ ഒരു ഭയമാണ്. സ്തോത്രം. ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും, തമ്പുരാനെ മുറുകെ പിടിക്കും. ആമേൻ സ്തോത്രം. മാത്രമല്ല ആമേൻ സ്തോത്രം പുസ്തകത്തിൽ ഈ ദിവ്യവചനത്തിൽ എഴുതിയ പ്രോമിസസിൻ്റെ മേൽ, വാഗ്ദത്തങ്ങൾക്കുമേൽ നാം അവകാശികളാണ്. അതിൽ ഗോഡ് സെഡ് ഇറ്റ്, ഐ ബിലീവ് ഇറ്റ്, ദാറ്റ് സെറ്റിൽസ് ഇറ്റ്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് എൻ്റെ വിഷയം തീർന്നു. ഹല്ലേലൂയ. തീർന്നില്ല. പരപ്രേരണ കൂടാതെ അവനെ സേവിപ്പാനും അവനെ സാക്ഷിപ്പാനും അവനു വേണ്ടി യാത്ര ചെയ്യുവാനും ഒക്കെയുള്ള ആമേൻ ഒരു പ്രേരണയും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഇന്ന് സായാഹ്ന സമയം നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ ഏതുമാകട്ടെ, ആമേൻ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ആമേൻ കുഴികളിൽ അകപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇറ്റ് ഈസ് റിയൽ.
ആമേൻ എന്ന് ഭക്തനായ ദാവീദിലൂടെ ഞങ്ങൾ ആമേൻ ഒരു വട്ടം കൂടെ മനസ്സിലാക്കുന്നപ്പാ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന, ഞങ്ങൾ അകപ്പെട്ടു പോകുന്ന, ഞങ്ങൾക്ക് ആമേൻ പ്രിയപ്പെട്ടതൊക്കെ ഞങ്ങളിൽ നിന്ന് കൈമോശം വന്നു പോകുന്ന ആമേൻ അനുഭവങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടി, ഒരു സ്വയപരിശോധനയ്ക്കും തിരുത്തലിനും വേണ്ടി കർത്താവെ വിലമതിക്കേണ്ടത് വിലമതിക്കണം. ആമേൻ സ്തോത്രം. അവഗണന പാടില്ല, ആമേൻ നെഗ്ലിജൻസ് പാടില്ല, ആമേൻ സ്തോത്രം. ഭോഷത്വമായിട്ടുള്ള അലസത പാടില്ല, ആമേൻ സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച പദവിയും ഞങ്ങളുടെ വിഭവങ്ങളും ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ആമേൻ. അതിനെല്ലാം തിരിച്ചടികളുണ്ട്, ആമേൻ സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങളെ ഏത് മേഖലയിലാണ് തിരുത്തേണ്ടത് എന്ന് ഞങ്ങളോട് ഇടപെട്ട് മനസ്സിലാക്കി തരണേ കർത്താവെ. ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ അലസത, ആമേൻ സ്തോത്രം. തലമുറകളുടെ മുമ്പിൽ സാക്ഷ്യമില്ലാതെ ജീവിച്ചു പോയത്, ആഡംബരപ്രിയരായി പോയത്, ആമേൻ. അങ്ങനെ ആമേൻ ഈ കാത്തിരിപ്പിൻ്റെ കാലം സ്വയവിശകലനത്തിൻ്റെ കാലമാണല്ലോ കർത്താവെ. ആമേൻ ഈ കുഴിക്കകത്തെ ഒരു ലോക്ക്ഡൗണിൽ നിന്ന് ആമേൻ സ്തോത്രം കരകയറ്റിയൊരു ദൈവമുണ്ട്. ആമേൻ യോസഫിനെ തൻ്റെ കുഴിയിൽ നിന്ന് ആമേൻ അഴിയുടെ പിന്നിൽ നിന്ന് വിടുവിച്ച് ഉയർത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ ചാഞ്ഞിറങ്ങി വന്ന് നിലവിളി കേട്ടു. ഇന്ന് രാത്രി ആമേൻ ചിലരുടെ ഉള്ളങ്ങളിലെ ആമേൻ സ്തോത്രം നിലവിളി അവിടുന്ന് കേൾക്കണേ. കുഞ്ഞുങ്ങളെ പ്രതി, നാളെയെ പ്രതി, നഷ്ടങ്ങളെ പ്രതി ചാഞ്ഞിറങ്ങി വന്ന് നിലവിളി കേട്ട് ആമേൻ ഉയർത്തുന്നയൊരു ദൈവം, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുന്നയൊരു ദൈവം. ആമേൻ സ്തോത്രം. സ്ഥിരമായ ഗമനം, ഹി വിൽ എസ്റ്റാബ്ലിഷ് യുവർ ഗോയിങ്സ്. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക, അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ അവിടുന്ന് സ്ഥിരമാക്കണേ. ആമേൻ സ്തോത്രം. ആമേൻ സ്ഥിരമായ ഒരു ജയജീവിതം, ആശ്രയ ജീവിതം, സാക്ഷ്യ ജീവിതം നൽകണേ. ആമേൻ അധരങ്ങളിൽ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത നൽകണേ അപ്പാ. ആമേൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് വചനത്തിൽ നിന്നെടുത്ത് അവകാശം പറയുവാൻ വാഗ്ദത്തങ്ങൾക്കുമേൽ പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ആമേൻ ആ അവകാശം നൽകണേ. നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ സഹായിക്കണേ കർത്താവെ. ഞങ്ങളുടെ എല്ലാ ദേവാലയ സമൂഹങ്ങളെയും അതിലുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ശുശ്രൂഷിക്കുന്ന എല്ലാ പട്ടക്കാരെയും ശുശ്രൂഷകരെ ഓർക്കുന്നപ്പാ. ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ജയിപ്പാനും ആശ്രയിച്ച് ഹല്ലേലൂയ സ്തോത്രം ആമേൻ നിൻ്റെ നാമത്തെ ഉയർത്തുവാനും സഹായിച്ചാട്ടെ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ അഡ്വക്കേറ്റ് ജോയ് ജോർജിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യനായ നബൂസ് കറിയാച്ചൻ, മിസ്റ്റർ ചെറിയാൻ വർഗീസ്, ശ്രീ ജോർജ് പി ഉമ്മൻ സാർ, ഞങ്ങളെ ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ചിട്ടിന്ന് 81 വർഷങ്ങൾ കടന്നിരിക്കുന്നു. ചെങ്ങന്നൂരിൻ്റെ പ്രാന്തപ്രദേശമായ പെണ്ണിക്കരയിലും കൂടുളഞ്ഞിയിലുള്ള ക്രിസ്ത്യാനികൾ ഒന്നിച്ചുകൂടി സഭാവ്യത്യാസമില്ലാതെ ഒത്തുചേരുന്ന ആണ്ടിലെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ആഘോഷം തന്നെ എന്ന് പറയാം. ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷം തന്നെയാണ് യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും, പെണ്ണിക്കരയിൽ നിന്നും അടുത്ത സമീപ പ്രദേശങ്ങളിൽ നിന്നും കൂടുളഞ്ഞിയിലേക്ക് ഈ അവസരത്തിൽ ഒഴുകി വരുന്ന ഭക്തജനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ചരിത്രത്തേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരും പ്രാന്തപ്രദേശത്തുള്ള ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് പുരാതനമായിട്ട് നിലയ്ക്കൽ നിന്നും കുറവലങ്ങാട് ഭാഗങ്ങളിൽ നിന്നും ഈ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് ഇവിടെ ക്രിസ്തീയമായിട്ടുള്ള അടിത്തറ സ്ഥാപിച്ചവരാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് നമ്മൾക്ക് സഭാവ്യത്യാസമില്ലാതെ എല്ലാ സഭകളും കൂടി വരുന്ന ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനമായിട്ട് ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിനായിട്ട് ദൈവം കൃപ ചെയ്തു. അതിനായിട്ട് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി കരയറ്റുന്നു. ഇന്ന് 4-ാം ദിവസം ഇന്ന് CSI സഭയുടെ പ്രതിനിധിയായിട്ട് പ്രാതിനിധ്യത്തിലായിട്ട് നടക്കപ്പെടുന്നതായിട്ടുള്ള ഈ പ്രത്യേക യോഗത്തിൽ ഇന്ന് നമ്മൾക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നബൂസ് കറിയാച്ചനാണ്.
ഞങ്ങൾ ഇതിനു മുമ്പ് കമ്മിറ്റി യോഗം കൂടിയപ്പോൾ 82ാമത്തെ കൺവെൻഷൻ എങ്ങനെ നടത്തുമെന്നതിനെക്കുറിച്ച് ഭാരപ്പെട്ടു, ചിന്തിച്ചു. ഇത് മുടങ്ങിപ്പോകുമോ എന്ന് ഭാരപ്പെട്ടപ്പോൾ അതിനേറ്റവും കൂടുതൽ ഉത്സാഹത്തോടു കൂടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിന് ശ്രമിച്ചത് നെബൂസ് കറിയാച്ചനാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ശ്രവിക്കുന്നത് കാണുന്നത് യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ആത്മാർത്ഥമായ പ്രയത്നത്തിൻ്റെ ഫലമാണ്. അതിന് അച്ഛനോട് നന്ദി പറഞ്ഞേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അച്ഛന് ഇതിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നു. നല്ലൊരു ദൂത്, നല്ലൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ അച്ഛൻ ദൂത് നൽകി അധ്യക്ഷ പ്രസംഗം നടത്തി. അച്ഛനോട് ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ദൂത് തന്നത് ഇവാഞ്ചലിസ്റ്റ് ജോർജ് പി ഉമ്മൻ സാറാണ്. ഒരു വ്യക്തമായിട്ട് അടിസ്ഥാനമിട്ട് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു ആത്മീയ പ്രഘോഷണ നടത്തുന്നതായിട്ടുള്ള സാറിനെ, സുവിശേഷകനെ നമുക്ക് ലഭിച്ചത് ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ ദൂത് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ദൈവിക വേദപഠനമായിട്ടുള്ള ബൈബിളിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം എന്താകുന്നു, അത് വിശകലനം ചെയ്യാനായിട്ട് മനുഷ്യരിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാകുന്നു എന്ന് മനസ്സിലാക്കി. ഇന്ന് 40-ാം സങ്കീർത്തനം എടുത്ത് വളരെ ചെറിയ, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു നല്ല വിശകലനം എന്ന് പറഞ്ഞാൽ 10 പടികൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളാണ്. 10 പടികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അതിൽ പറയുന്ന. ആദ്യം പടിയിൽ വീഴ്ച മുതൽ മുന്നോട്ടുള്ള ഓരോ പടികളെയും കുറിച്ച് വ്യക്തമായിട്ട് അതിൻ്റെ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്തരംഗങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, ജനനം മുതൽ ഇന്ന് വരെയുള്ള ആ ജീവിത കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സാറിൻ്റെ ദൂത് വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതിൻ്റേതായിട്ടുള്ള ആ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ആ സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞതെന്ന് യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് സാറിൻ്റെ പ്രഘോഷണം ഗുണകരമായി എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് ഈ കൊറോണയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും നമ്മൾക്ക് നല്ലൊരു ദൂത് തന്ന ഈ കൺവെൻഷനെ അനുഗ്രഹിച്ച ജോർജ് പി ഉമ്മൻ സാറിനോടുള്ള നന്ദി കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിലും എല്ലാ കേട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ചെറിയാൻ വർഗീസ്, ഇപ്പോഴും വിശ്രമ ജീവിതം നയിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചെറിയാൻ വർഗീസിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ നൽകി ഇതിനെ ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകിയ CSI ചർച്ച് കൊയറിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവരോടും ഇതിനുവേണ്ടി പ്രയത്നിച്ചതായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കും. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലവണക്കാം. മനസ്സുകളെ കർത്താവിലേക്ക് ഏകാഗ്രമാക്കാം. സംഖ്യയായ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഞങ്ങളിലേക്ക് ചാഞ്ഞ് നിലവിളിയെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം, വായിൽ പുതിയൊരു പാട്ട് അവൻ തരുന്നു. പലരും അത് കണ്ട് യഹോവയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് സ്തോത്രം. വിവിധ ഗാനങ്ങളിലൂടെ നീ ഞങ്ങളോട് ഇടപെട്ടതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെ മധ്യസ്ഥാനിച്ചു പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ.
ഈ മാധ്യമത്തിലൂടെ ക്രിസ്തുവിൽ ഞങ്ങൾക്കൊന്നായി തീർന്നുകൊണ്ട് കർത്താവ് കൺവെൻഷനിൽ സംബന്ധിപ്പാൻ സാധ്യമായതോർത്തും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭാരത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്നവർക്ക് കർത്താവേ വചനമാശ്വാസത്തെ പകരുമാറാകണമേ. വചനം സംസാരിച്ചു പ്രിയപ്പെട്ട ദാസനായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി യജ്ഞിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മകനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷന് നേതൃത്വം നൽകുന്ന എല്ലാ പട്ടക്കാരെയും, ശുശ്രൂഷകരെയും, കമ്മിറ്റി അംഗങ്ങളെയും, വിവിധ തരത്തിൽ ഇതിൻ്റെ വിജയത്തിനായിട്ട് യത്നിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് നേതൃത്വം നൽകിയവരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. നാഥാ, തുടർന്നും നീ ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ. പ്രയാസമേറിയ സാഹചര്യത്തിൽ ഞങ്ങൾ താഴ്ചയായി പോകാതെ ഞങ്ങളുടെ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആത്മീയ യാത്ര ചെയ്യുവാൻ തക്കൊണ്ട് അവിടുന്ന് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. അനുഗ്രഹിച്ചാലും നാഥ, ഞങ്ങളുടെ കോടുകളഞ്ഞ പ്രദേശത്തെ അവിടുന്ന് കാത്ത സൂക്ഷിക്കണമേ. സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വർദ്ധിപ്പിച്ചു നൽകണമേ. തിരുക്കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കുന്നു. യേശു മശീഹ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്നതായ പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മോട് കൂടെയും നാം ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടുകൂടിയും കേട്ട വചനത്തോടുകൂടിയും നമ്മുടെ ജീവിതാവശ്യങ്ങളോടുകൂടിയും ആഗ്രഹങ്ങളോടുകൂടിയും നമ്മുടെ ആത്മീക യാത്രയോടുകൂടി ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാധി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ.
ദൈവമേ, എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ, ഇപ്പോൾ അവർ ദൈവമുമ്പിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും, എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും.